രാത്രി ലൈവില് അർജുനും ശ്രീതുവും റസ്മിനും ഇരുന്ന് സംസാരിക്കുന്നുണ്ട്. അവരവരുടെ ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ചാണ് കൂടുതൽ സംസാരിക്കുന്നത്. അതിൽ പിണങ്ങിയിട്ടുണ്ടായിരുന്നു അർജുനും ശ്രീതുവും ഒക്കെ തമ്മിൽ. അതൊക്കെ സോൾവ് ചെയ്തുകൊണ്ട് റസ്മിൻ ഇരുന്ന് സംസാരിക്കുകയാണ്. അപ്പൊ റസ്മിന്റെ അടുത്ത ഫ്രണ്ട്സ് ആണ് ഗബ്രിയും ജാസ്മിനും. അപ്പൊ ഗബ്രിയും ജാസ്മിന്റെ അടുത്തും ഈ കാര്യങ്ങൾ സംസാരിക്കാറുണ്ടോ എന്ന് അവിടെ ഒരു കാര്യം ചോദിക്കുന്നുണ്ട് അവിടെ ശ്രീതു. അപ്പൊ റസ്മി പറഞ്ഞു, നിങ്ങളുടെ കാര്യങ്ങളൊന്നും ഞാൻ ഇന്നവരെ അങ്ങോട്ട് പോയി സംസാരിച്ചിട്ടില്ല. പക്ഷെ കഴിഞ്ഞ 2 ദിവസമായിട്ട് അവരെന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, അർജുനും ശ്രീതുവും തമ്മിൽ എന്താണ് അവർ തമ്മിൽ എന്താണ് എന്നൊരു ചോദ്യം ചോദിച്ചിരുന്നു. ഇന്നും ചോദിച്ചിരുന്നു. ഞാൻ പറഞ്ഞു അവർ നല്ല ഫ്രണ്ട്സ് ആണ് എന്ന് പറഞ്ഞു. ഫ്രണ്ട്സ് മാത്രമേ ഉള്ളൂ എന്ന് അവർ ഒരുപാട് തവണ എടുത്തു ചോദിച്ചിരുന്നു. ഞാൻ പറഞ്ഞു ഫ്രണ്ട്സ് മാത്രമാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ ചോദിച്ചു അവരെ ഒരു റിലേഷൻഷിപ്പിലേക്ക് പോകുമോ എന്ന് എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു എന്റെ അറിവിലില്ല, എനിക്കറിയില്ല, എന്റെ അറിവിൽ അവർ നല്ല ഫ്രണ്ട്സ് മാത്രമാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് എന്ന് പറയുന്നുണ്ട് അവിടെ. പക്ഷെ എനിക്ക് തോന്നുന്നു ഇവിടെ ഗബ്രിക്കും ജാസ്മിനും പേടിയുണ്ടെന്ന് തോന്നുന്നു അർജുന്റെയും ശ്രീതുവിന്റെയും കാര്യത്തിൽ. ഇവര് തമ്മിൽ റിലേഷൻഷിപ്പിലാകുമോ എന്നുള്ള കാര്യത്തിൽ. അങ്ങനെ വരുന്ന സമയത്ത് ഇവരുടെ കോംബോ പുറത്ത് ഹിറ്റായി കഴിഞ്ഞാൽ ഇവിടെ ജബ്രികളുടെ കോംബോ താഴോട്ട് പോകും എന്നവർക്ക് നല്ല ധാരണയുണ്ട്. ഇപ്പൊ ഈ ജബ്രി കോംബോയ്ക്ക് പുറത്ത് ഓൾറെഡി തന്നെ നെഗറ്റീവ് ആണ് എന്നുള്ള കാര്യം ജാസ്മിനെ നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ഇവരുടെ കോംബോ, അർജുനും ശ്രീതുവും തമ്മിലുള്ള കോംബോ എന്താവുമെന്നുള്ള ഒരു സംശയം ഇവർക്ക് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇവർക്ക് പുറത്തുനിന്ന് വന്ന ചിലരുടെ സംസാരത്തിൽ നിന്ന് ഒരു ചെറിയ ഹിന്ദി കിട്ടിയിട്ടുണ്ട് ജാസ്മിന്. പുറത്തുനിന്ന് വന്നവരിൽ നിന്നും ജാസ്മിനാണ് ഏറ്റവും കൂടുതൽ ഹിന്ദി കിട്ടിയിട്ടുള്ള വ്യക്തി. അവർക്ക് അങ്ങനെ ഒരു ഹിന്ദി കിട്ടിയ ഒരു അർത്ഥത്തിൽ ഇവിടെ അർജുന്റെയും ശ്രീതുവിന്റെയും കോംബോ പുറത്ത് ഹിറ്റാണ് എന്നൊരു കാര്യം അവർക്ക് കിട്ടിയിട്ടുണ്ട്. അർജുന്റെ ശ്രീതുവിന്റെയും ആ ഒരു കോംബോ ഭയങ്കര സംഭവമാണ് എന്നുള്ള തരത്തിൽ സംസാരിച്ച് സായി മറ്റാണെന്ന് തോന്നുന്നു സംസാരിച്ചിട്ടുണ്ട് അവിടെ ജാസ്മിന്റെ അടുത്ത്. അപ്പൊ ജാസ്മിനും ഗബ്രിക്ക് അതറിയാം. ജാസ്മിനും ഗബ്രിയും അതിരുന്ന് സംസാരിച്ചിട്ടുണ്ട് മുമ്പ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇവര് തമ്മിൽ റിലേഷൻഷിപ്പിലാവുകയും ഇവര് തമ്മിൽ കൂടുതൽ ക്ലോസ് ആവുകയും ഇവര് തമ്മിലുള്ള ആ ഒരു കോംബോ പുറത്ത് ഹിറ്റ് ആവുകയും ചെയ്തു കഴിഞ്ഞാൽ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്കത് നെഗറ്റീവ് അടിക്കും. 2 കോംബോകളും താരതമ്യം ചെയ്യപ്പെടും. അല്ലെങ്കിൽ 2 കോംബോകളിൽ ഏതാണ് ഹിറ്റ് ആവുന്നതെന്ന് പറയാനായിട്ട് പറ്റില്ല. ഇവർക്ക് ഓൾറെഡി നെഗറ്റീവ് ആണെന്ന് ഇവർക്കറിയാം. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അർജുന്റെയും ശ്രീതുവിന്റെയും കോംബോ പുറത്ത് ഭയങ്കര ഹിറ്റായി കഴിഞ്ഞാൽ അത് ഇവർക്ക് നല്ലതല്ല എന്നിവർക്ക് നല്ല ധാരണയുണ്ട്. ആ ഒരു കുശുമ്പും അസൂയും എന്തായാലും ജാസ്മിനും ഗബ്രിക്കും ഉണ്ടെന്നാ തോന്നുന്നത്. അവിടെ റസ്മിന്റെ അടുത്ത് ഒരുപാട് തവണ കുത്തി ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഒരുപാട് തവണ ചോദിച്ചു റസ്മിന്റെ അടുത്ത്. അപ്പൊ റസ്മിൻ ഇല്ല, അവര് തമ്മിൽ ഫ്രണ്ട്സ് മാത്രമാണെന്ന് റസ്മി പറഞ്ഞു എന്ന് റസ്മി പറയുന്നുണ്ട്. പിന്നെ കൂടുതലൊന്നും പറയാനായിട്ട് നിങ്ങൾക്കിടയിൽ ഒന്നും ഇല്ലല്ലോ, പിന്നെ എന്തിരിക്കുന്നു എന്നവിടെ പറയുന്നുണ്ട്. എന്തായാലും അർജുനും ശ്രീതുവും പറയുന്നുണ്ട് അവരുടെ ബന്ധവുമായി ഞങ്ങളുടെ റിലേഷനെ ഒരിക്കലും താരതമ്യം ചെയ്യരുത്, അത് ഞങ്ങൾക്ക് ഇഷ്ടമല്ല എന്നവിടെ ശ്രീതു എടുത്തു പറയുന്നുണ്ട്. എനിക്ക് ഇഷ്ടമേ അല്ല എന്നുള്ളത് എടുത്തു പറയുന്നുണ്ട്. അർജുൻ പറയുന്നുണ്ട് നാളെ തന്നെ ഞാൻ അവരോട് പറഞ്ഞോളാം, ഞങ്ങൾ തമ്മിലൊന്നുമില്ല, ഈ ഒരു ടോപ്പിക്ക് ഇങ്ങനെ കളിയാക്കിയോണ്ട് ഞങ്ങളെ കുറിച്ച് സംസാരിക്കരുത് എന്ന് ഞാൻ സംസാരിച്ചോളാം എന്ന് അർജുനും പറയുന്നുണ്ട്.